അഞ്ചാമത്തെ ടീച്ചറെ, ഈ സൂര്യൻ ഹാമിയ വെള്ളത്തിൽ പോയിട്ട് രാത്രി വൈകുന്നേരം പോയിട്ട് കുളിക്കുന്ന കാര്യം ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അഞ്ചാമത്തെ ടീച്ചറെ? 18ാം അധ്യായത്തിലുള്ള കാര്യമല്ലേ? വെൽക്കം ടു അവർ റൂം. അഞ്ചാമത്തെ ടീച്ചറെ, 18ാം അധ്യായത്തിലുള്ളതല്ലേ സൂര്യൻ എവിടെ അസ്തമിക്കുന്നത്? ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നു അത് മനസ്സിലാക്കിയത്? ഹൗ ഡിഡ് യു ടേക്ക് ഇറ്റ് എന്ന് പറയാമോ? ഒന്നാമത്തെ കാര്യം എന്തെന്നറിയാമോ, നമ്മൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ ഇത് മാത്രമാണ് ശരിയെന്നാണ് നമ്മുടെ ഒരു ധാരണ. ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കാനോ ചോദിക്കാനോ ഉള്ള ധൈര്യം നമുക്കുണ്ടാകത്തില്ല. സൂര്യൻ ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെ, പ്രവാചകൻ ചന്ദ്രനെ പിളർത്തിയെന്ന് പറഞ്ഞാൽ അതെ, ഇനിയും സൂര്യനെ പിളർത്തിയെന്ന് പറഞ്ഞാൽ അതും ഞങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കും. കാരണം നമ്മൾ ചെറിയ പ്രായം മുതൽ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈസി അല്ല ഈ കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. 3-3.5 വയസ്സ് മുതൽ ഫ്രഷ് ബ്രെയിനിലേക്ക് സമ്മർദ്ദപൂർവം ഇൻജെക്റ്റ് ചെയ്യുന്നതാണിത്. ഇതിനപ്പുറത്തേക്കൊരു സത്യമില്ല. ഇത് മാത്രമാണ് പരമമായ യാഥാർത്ഥ്യം. ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല. ഇനി അങ്ങനെ എങ്ങാനും ചിന്തിച്ചാൽ പോലും നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അധികം ആളുകൾക്കും ഇതിനെ എതിർക്കാൻ ധൈര്യമില്ലാത്തത്. ഇപ്പൊ നമ്മുടെ 14 വർഷത്തോളം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, അതായത് അൽഹുദ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ് നമ്മുടെ അസ്കർ അലി. ഇവൻ പിന്നീട് വന്ന് അവന് മനസ്സിലായി കാര്യങ്ങളൊക്കെ, മതം ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ്, അയ്യോ ഞാൻ ഈ വഴിയിലൂടെയായിരുന്നു കടന്നു വന്നിരുന്നത്, ഇങ്ങനെ ആയിരുന്നു എന്നെ പഠിപ്പിച്ചിരുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ തിരിച്ച് ചോദ്യം ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ഞാൻ തിരിച്ച് ചിന്തിക്കാത്തത് എന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഏതാണ്ട് മതപാഠശാലയിൽ നിന്ന് പഠിച്ച് ഇത് ഒരുപാട് സംശയ ദൂരീകരണങ്ങളൊക്കെ വന്നിട്ട് വ്യക്തമായി കൺവിൻസ് ചെയ്തു മതം വിട്ട ഞങ്ങളിൽ കുറച്ചാളുകളേ ഉള്ളൂ. മറ്റവരൊക്കെ ശരിക്കും പഠനമുണ്ടില്ലെന്നല്ല. ഇപ്പോൾ നമ്മുടെ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി, അവൻ മർക്കസിൽ നിന്ന് നന്നായിട്ട് അറബി പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ്. മറ്റൊന്നാണ് സുലൈമാൻ മാരിയോ, തുർക്കി. അപ്പം പിന്നീട് ഞാൻ ഒരുപാട് ആളുകൾ ഇതുപോലെ, പിന്നെ അസ്കർ അലി, ഞങ്ങള് ഈ അധ്യാപകന്മാരുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇതങ്ങനെ ഇവർ പറയുന്നത് മാത്രമാണ് ശരി, ഇതിനപ്പുറത്തേക്കൊരു ശരിയില്ല. നക്ഷത്രങ്ങളെ പെറുക്കി പിശാചിനെ എറിയുന്ന പടച്ചോൻ, പിന്നെ അരിമണിയിൽ പേരെഴുതി വെക്കുന്ന പടച്ചോൻ, കടലിന്റെ അഗാധ തലങ്ങളിലൂടെ പോകുന്ന കറുത്ത ഉറുമ്പിന് പോലും വഴി വരച്ചു കൊടുക്കുന്ന പടച്ചോൻ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഇതിനപ്പുറത്തേക്കൊന്നും നമ്മുടെ ബുദ്ധി പ്രയോഗിക്കാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. നമ്മുടെ മലപ്പുറത്ത് മഞ്ചേരിയിൽ അലവി അച്ഛൻ എന്നും പറഞ്ഞ ഒരാളുണ്ട്. ഞങ്ങളുടെയൊക്കെ വളരെ വെൽവിഷറാണ് അദ്ദേഹം. ഒരുപാട് ഭീഷണികളൊക്കെ നേരിട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന് ഖുർആനിൽ കവിഞ്ഞ് മറ്റെന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ ബൈബിള് വായിച്ചു. ഈ ബൈബിള് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ പിതാവ് പുരോഹിതനാണ്, ഇദ്ദേഹം കണ്ടുകൊണ്ട് വന്നു. അപ്പം അടിച്ചു ഇദ്ദേഹത്തെ. മേലിൽ വായിക്കരുത് എന്ന് പറഞ്ഞു, ബൈബിള് വലിച്ച് പുറത്തേക്ക് എറിഞ്ഞു. അപ്പൊ അടുത്ത ദിവസം പിന്നെ ഇയാൾക്ക് എന്തുകൊണ്ടാണ് വായിക്കണ്ട എന്ന് പറഞ്ഞത്, എന്തിനാണ് ആ ബൈബിൾ വായനയെ എതിർത്തത് എന്നായി അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ കാര്യകാരണ സഹിതം അറിഞ്ഞേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് എന്തോ ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കി അടുത്ത ദിവസം അദ്ദേഹം വായിച്ചു. അടുത്ത ദിവസവും അദ്ദേഹത്തെ അടിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം മിണ്ടാതിരുന്നു. 3-ാമത്തെ ദിവസമായപ്പോൾ ഇദ്ദേഹം ബൈബിള് പാഠപുസ്തകത്തിന്റെ അകത്ത് വെച്ചിട്ട് വായിക്കാൻ തുടങ്ങി. ഇത് കണ്ട് പ്രകോപിതനായ പിതാവ് ഇദ്ദേഹത്തെ അടിച്ചുരുട്ടിയെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. അന്ന് ഇദ്ദേഹത്തിന് 7-8 വയസ്സ് മാത്രമാണ് പ്രായം. എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഈ എറിഞ്ഞതിൽ ഇദ്ദേഹത്തിന്റെ ഒരു കാല് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി. ഇന്നും അദ്ദേഹം ഒരൊറ്റക്കാലിൽ ഞൊണ്ടിയാണ് ജീവിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് കൂടുതൽ ടെൻഡൻസിയായി. എന്തിനാണ് ഒരു പുസ്തകം വായിക്കുന്നതിന്, അതല്ലെങ്കിൽ മറ്റൊരു വേദം പഠിക്കുന്നതിന്, മറ്റൊരു മതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് ഇവർ ഇത്രയധികം നഖശിഖാന്തം എതിർക്കുകയും ഇദ്ദേഹം വെറുപ്പോടുകൂടി വൈരാഗ്യ ബുദ്ധിയോടുകൂടി അതിനെ കാണുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം അതിനെ പഠിക്കാൻ തീരുമാനിച്ചു. ഇന്നും അറബി പണ്ഡിതൻ എന്ന് പറഞ്ഞാല് അദ്ദേഹവും അതുപോലെ നമ്മുടെ ഉമ്മർ മാഷ് ഉണ്ടായിരുന്നു വെട്ടിക്കാട്ടില്, അദ്ദേഹവും ഒക്കെയാണ് ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ അറബി പണ്ഡിതൻ. നമുക്ക് ഏതെങ്കിലും പദങ്ങളിൽ ഒരു വ്യത്യാസം വന്ന് നമുക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും
ഒരു പുസ്തകത്തിൽ നിന്ന് നമ്മളൊരു വിഷയം വായിച്ചു, നമുക്ക് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ അലവി അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. കാരണം എല്ലാ ഭാഷകളിലുമുള്ള വിശദമായിട്ടുള്ള വിശദീകരണങ്ങളും തഫ്സീറുകളും എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതെടുത്തിട്ട് എന്താണ് അച്ഛാ ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വളരെ സരസമായി, വളരെ ലളിതമായ രൂപത്തിൽ, ഹാസ്യ രൂപേണ ഈ കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി തരും. അത്ര വലിയ പാണ്ഡിത്യം പിന്നീട് ഇദ്ദേഹം നേടിയെടുത്തു. ഖുർആനിലും പണ്ഡിതനാണ്. ഖുർആന്, ഹദീസ്, ബൈബിള്, വേദങ്ങൾ എന്ന് വേണ്ട വിവിധ ഭാഷകളിൽ ഇന്ന് ഇതുപോലെ വേദം പഠിപ്പിക്കുന്ന വലിയ ഒരു 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 ആലയം തന്നെ അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ള ആളുകൾ വന്നിട്ടാണ് അദ്ദേഹത്തിൽ നിന്ന് വേദങ്ങൾ പഠിക്കുന്നത്. അറബി മനസ്സിലാക്കാൻ പോകുന്നത് ഞാനും അതുപോലെ അലിമാഷിനെ പോലെയുള്ള ഞങ്ങളൊക്കെയാണ് പോയി അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളത്. അപ്പോൾ നമ്മളോട് ചെറിയ പ്രായത്തിലെ അരുത് 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 എന്ന് പറയുന്നതിനെ നമുക്ക് എന്തുകൊണ്ട് എന്നൊരു ടെൻഡൻസിയെ വരത്തുള്ളതിനെ മനസ്സിലാക്കാൻ. അങ്ങനെ ഇപ്പൊ ബാങ്ക് എന്തിനാണ് ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, പണ്ട് കാലത്ത് ക്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് കിട്ടിയ അടിക്കൊരു കണക്കില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മളൊരു സംശയം ചോദിക്കുമ്പോഴേക്ക് നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ പോരെ. ഇപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു ഹാസ്യമായിട്ടൊരു വീഡിയോ തന്നെ ഞങ്ങളെല്ലാം കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പിതാവ് ജോലി കഴിഞ്ഞിട്ട് ക്ഷണിച്ചു വരുമ്പോഴേക്ക് കുട്ടി വന്ന് ചോദിക്കുന്നു, അച്ഛാ എന്താ സെക്സ് എന്ന്. ഉടനെ ഇയാൾ പറഞ്ഞു, ഞാൻ കുളിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ വല്ലാതെ ടെൻഷനിലാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഇയാൾ അകത്ത് കയറിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഡോക്ടർ സുഹൃത്തിനോട് വിളിച്ച് ചോദിക്കുന്നു, ഡോക്ടറെ ഞാൻ എന്താ പറയുക, എൻ്റെ 5 വയസ്സുള്ള മോന് ചോദിക്കുകയാണ് എന്താണ് സെക്സ് എന്ന്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഒരിക്കലും ആ കുട്ടിയെ വരട്ടരുത്, മേലിൽ ഇമാതിരി ചോദ്യങ്ങൾ ചോദിച്ച് വരരുത് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ബ്രേക്ക് ചെയ്യരുത്, അത് ചിന്തിക്കട്ടെ, അതിൻ്റെ വിശാലമായ ലോകത്ത് നിന്നിട്ട് അത് ചിന്തിക്കട്ടെ, കാര്യങ്ങൾ അതിന് കൃത്യമായ രൂപത്തിൽ കൺവിൻസ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് പറഞ്ഞിട്ട് സെക്സ് എന്താണ് എന്ന് കൃത്യമായിട്ട് ഈ ഡോക്ടർ ഇദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. എന്നിട്ട് ഇയാളൊന്നും അറിയാത്തതുപോലെ പോയി കുളിച്ച് ഫ്രഷായി വീണ്ടും വന്ന് സെറ്റിയിൽ ഇരുന്നിട്ട് ആ മോനെ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, പറ മോൻ എന്താ ചോദിച്ചത്. അപ്പോൾ ഈ കുട്ടി ഒരു ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുവന്ന് ഈ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുവാണ്. അതിനകത്ത് എന്താണ് മെയിലാണോ ഫീമെയിലാണോ എന്ന് ഇനം എഴുതാനാണ് ഉണ്ടായിരുന്നത്. ഇത്രയുള്ള കാര്യം. നമ്മൾ പേടിച്ച് കുട്ടികളെ പിടിച്ച് അടിച്ച് ഒതുക്കി ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെയൊക്കെ എതിർത്ത് വിമർശിച്ച് മുന്നോട്ട് പോയാൽ നടക്കില്ല കാര്യം. അപ്പൊ കുട്ടികൾ അതിനപ്പുറത്തേക്ക് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു ടെൻഡൻസി അവരിലുണ്ട്. അവരിൽ അന്തർലീനമാണ് എല്ലാ മനുഷ്യനിലും. അത് ആ കുട്ടികൾ പുറത്തെടുക്കും. ഇവിടെ നമ്മൾ ചെറിയ പ്രായത്തിൽ 3-3.5 വയസ്സ് മുതൽ നമ്മുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്യുവാണ്. ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചത് പടച്ചോനാണ്. അപ്പോൾ എന്നാ പടച്ചോൻ ഈ ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പ് പടച്ചോനെ ആരാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിക്കാൻ ഒരു സ്കോപ്പ് നമുക്ക് അവിടെ ഇല്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഒരു സ്പേസും ഇല്ല. അപ്പോൾ പിന്നെ 7 രാത്രി കൊണ്ട് പകലും 8 പകലുകൊണ്ട് പിന്നെ ഈ കടലും കരയും ഒക്കെ പടച്ചോൻ അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് സ്വാഭാവികമായിട്ടും, അല്ല 7 രാത്രിയും 8 പകലും, അല്ലെങ്കിൽ 8 പകലും 7 രാത്രിയും, ഇതുകൊണ്ട് ഈ ആകാശവും ഭൂമിയും ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് പടച്ചോൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കിട്ടുന്നത് പ്രഹരമാണ്. അങ്ങനെ ആയി വരുമ്പോൾ പിന്നീട് ചോദ്യം ചോദിക്കാനുള്ള ടെൻഡൻസി കുട്ടികളിൽ ഇല്ലാതായി വരും. കാരണം പിന്നീട് കിട്ടുന്നത് ശിക്ഷയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിന് എന്തെങ്കിലും ഇയാൾ അങ്ങോട്ട് പറഞ്ഞിട്ട് പോട്ടെ എന്നുള്ള രൂപത്തിൽ നമ്മൾ മിണ്ടാതെ ഇരുന്ന് കേൾക്കും. ഇങ്ങനെ ഈ സൂര്യൻ ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്നതും അതുപോലെ നക്ഷത്രങ്ങളെ പെറുക്കി പിശാചിനെ എറിയുന്ന പടച്ചോനും ചന്ദ്രനെ പിളർത്തിയ വാള് പ്രവാചകന്റേത്, ഇതിനെയൊക്കെ കുറിച്ച് ചിന്തിച്ച് തല പുകയുന്ന വലിയ ഒരു യുവത ഇന്നിവിടെയുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയണം, പക്ഷേ അറിയാൻ മേഖലകളൊന്നുമില്ല, മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ അവർ സോഷ്യൽ മീഡിയയിലെ നമ്മുടെ വീഡിയോകളിലേക്ക് വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്ക് അവർക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാകും. അങ്ങനെ അവർ ഈ മതത്തിൽ നിന്നും ക്രമേണ പുറത്തു പോകും. അതാണ് അലിയാർ കാസിമി പറയുന്നത്. ഇപ്പോ എനിക്കറിയാം 10,000-കണക്കിന് മുസ്ലിം യുവത ഈ കേരളത്തിൽ നിന്നും മതം വിട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം എന്ന് പറയുന്നത്. അതായത് അയാളോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുന്നു. പിന്നെ +2 പഠിക്കുന്ന ഒരു കുട്ടിയെ പോലും അള്ളാഹു എന്താണ് എന്ന് പറയുന്ന, അള്ളാഹു എന്താണ്, എവിടെയാണ്, ആരാണ് പടച്ചോൻ, എന്താണ് ഈ പടച്ചോന്റെ ജോലി എന്നൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഇത്രയും കാലത്തെ പരിജ്ഞാനത്തിനിടയിലെ ആ മുനീർ ഹുദവിക്കോ സിംസാറുൽ ഹക്ക് ഹുദവിക്കോ അലിയാർ കാസിമിക്കോ മുജാഹിദ് ബാലുശ്ശേരിക്കോ അതല്ലെങ്കിൽ നമ്മുടെ വേറെ ഒരാൾ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നു റഹ്മത്തുള്ള കാസ്മി മൂത്തേടം, ഇവർക്കൊന്നും സാധിച്ചിട്ടില്ല. അതായത് ഇവരൊക്കെ നേടിയ പരിജ്ഞാനം എന്താണ്, ആ പുസ്തകത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത്
അതങ്ങനെ തന്നെ കാണാപ്പാഠം പഠിക്കുക. കാരണം ഇവർക്കറിയാം ഇവരെ കേൾക്കുന്ന ഒരു സമുദായം, ഒരു മുസ്ലിം സമുദായം ഇത്രയ്ക്കു മാത്രമേ ചിന്തിക്കുന്നു. ഞാൻ ഒരു ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ അലിയാർ കാസിമി പറയുവാണ്, ഈ ലോകത്ത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത മോഹങ്ങൾ. എന്നിട്ട് അദ്ദേഹം എക്സാമ്പിൾ പറയുവാണ്. എക്സാമ്പിള്, ഉമ്മയെയും പെങ്ങളെയും ഭോഗിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പരലോകത്തത് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ അത് പൂർത്തീകരിക്കണമെന്ന്. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയില് ഇത് വിശ്വസിക്കുന്ന എത്ര കണ്ട് മുസ്ലിങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ മുസ്ലിം അല്ലാത്ത, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പരലോക വിശ്വാസമില്ല. അപ്പോ എന്നെ പോലെ പരലോക വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയാണ് ആരിഫ്. ആരിഫിന് സ്വർഗവും നരകവും ചത്തുപോകുമെന്നോ അതല്ലെങ്കിൽ ചത്തുപോയി കഴിഞ്ഞാൽ ഇനി ഒരു ഹൂറിയുണ്ടെന്നോ അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ആളല്ല. അതുപോലെ ഹൂറികളിൽ വിശ്വസിക്കാത്ത, സ്വർഗത്തിൽ വിശ്വസിക്കാത്ത നിരവധി ആളുകളുണ്ട്. ഇവരൊക്കെ ഉമ്മയെയും പെങ്ങളെയും അമ്മയെയും സഹോദരിയെയും ഇവിടെ ഭോഗിച്ച് ആ ആത്മനിർവൃതി അടഞ്ഞു മരിക്കണമെന്നല്ലേ അയാളാ പറഞ്ഞത്. ഒന്ന്, അയാൾക്കൊരു കാര്യം ഉറപ്പാണ്, തൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാള് പോലും തന്നെ ക്രോസ് ചെയ്യില്ല, തന്നോട് ചോദ്യങ്ങൾ ചോദിക്കില്ല, തന്നെ വിമർശിക്കില്ല എന്നുള്ള ഇദ്ദേഹത്തിന്റെ ഒരു വിശ്വാസമുണ്ടല്ലോ, അതാണ് ഇവിടെ വർക്കൗട്ട് ആയത്. ഇപ്പോ നമ്മുടെ ലീ സിസ്റ്റർ പറഞ്ഞത് 18-ാം അധ്യായമായ സൂറത്തുൽ കഹ്ഫിലെ 86 തോന്നുന്നു. എന്തായിരുന്നാലും അത് ഒരു ദുൽഖർനൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യാത്രയെ വിവരിക്കുന്ന ഒരു ഭാഗമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ വചനം നോക്കിയിട്ടില്ല, സിസ്റ്റർ ഇതുവരെ ചർച്ച ചെയ്തതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പെട്ടെന്ന് വന്നതാണ്, അപ്പോഴാണ് ഈ സൂര്യന്റെ വിഷയം വരുന്നത്. വീരാനെ ഈ തൊണ്ട ഒരു മൈക്ക് പോലെ ആക്കല്ലേ, അവിടെ കുറച്ചൊക്കെ ഇരിക്കേ. ചോദ്യങ്ങൾ ഉണ്ടെങ്കിലേ ഉത്തരങ്ങൾ ഞാൻ അങ്ങോട്ടും ചോദിക്കും, അവിടെ മിണ്ടായിരിക്കും കുറച്ച് നേരം. ടീച്ചർ കൺസിഡർ ചെയ്തോളൂ. ഞാനത് തന്നെയാ പറഞ്ഞത്. ഗുഹയിലെ ദുൽഖർനൈന്റെ യാത്രയില് എവിടെയാണ് സൂര്യൻ അസ്തമിക്കുന്നത്, എവിടെയാണ് ഉദിക്കുന്നത് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ആൾക്കാർ താമസിക്കുന്നുള്ളതായിട്ട് കാണാം. അപ്പൊ ഒരു സ്ഥാനമുണ്ട്, ഉദയത്തിനും അസ്തമനത്തിനും ഒക്കെ ഒരു കുഴിയും ഒക്കെ ഉണ്ട് അല്ലേ? അതെ അതെ. അപ്പോ ഈ ദുൽഖർനൈൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശമാണ് അവിടെ നടക്കുന്നത്. ഒരു കറുത്ത ചെളിനീരുറവയില് സൂര്യൻ അസ്തമിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു എന്ന് തോന്നുന്ന ഒരു പറയുന്ന ഒരു ഭാഗം. ഇപ്പൊ സൂര്യൻ നമുക്കറിയാം ഭൂമിയേക്കാൾ ദശലക്ഷക്കണക്കിന് മടങ്ങ് വലുതാണ്. അത് ചെളിക്കുണ്ടിലോ കടലിലോ പോയി അസ്തമിക്കില്ല എന്ന് ഇന്ന് സയൻസ് പഠിക്കുന്ന ഒരു 1-ാം ക്ലാസ്സിൽ CBSEക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അറിയാം. അതല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്കൂളില് സാധാ സിലബസിൽ, കേരള സിലബസിൽ പഠിക്കുന്ന 2-ലോ 3-ലോ പഠിക്കുന്ന ഒരു കുട്ടിയോട് മോനെ ചെളിക്കുണ്ടിൽ സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് പോടാ വാപ്പ എന്ന് പറയും കുട്ടികൾ. കാരണം ഇന്നത്തെ കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അവർക്ക് നന്നായിട്ട് നമ്മൾ പഠിച്ചതുപോലെ വെറുതെ ഒരു ഉത്തരം എഴുതുന്നതിന് വേണ്ടി മാത്രം അവർ പാഠപുസ്തകം പഠിച്ചവരല്ല. അവർക്ക് നന്നായിട്ട് കാര്യങ്ങൾ അറിയാം. ഇപ്പൊ എൻ്റെ മോനൊക്കെ ഓരോ സയൻസ് ഒക്കെ പറയണത് കേട്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. നമ്മൾ എന്ത് കഴിച്ചാലും, ഇപ്പൊ കഴിഞ്ഞ ദിവസം പൈനാപ്പിൾ കഴിച്ചു ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട്, അപ്പോഴത്തേക്കും ആ പൈനാപ്പിളിന്റെ സയന്റിഫിക് വശമാണ് ആ കുട്ടി പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണവുമായിട്ട് ഇത് മിങ്കിൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡൈജസ്റ്റിംഗ് സിസ്റ്റം വർക്കാവുന്നത് എന്നൊക്കെ ഈ കുട്ടി ഇങ്ങനെ പറയാം. അപ്പോ സൂര്യൻ ഭൂമിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിട്ട് അസ്തമിക്കുന്നു, അതല്ലെങ്കിൽ പോയി മറയുന്നു എന്ന് പറയുന്നത് ഭൂമി പരന്നതാണ് എന്ന് പറയുന്ന ഒരു മതവിശ്വാസത്തിന്റെ തെറ്റായ ഒരു ധാരണ മാത്രമാണ് എന്ന് നമുക്കറിയാമത്. അപ്പൊ ഈ വിമർശനങ്ങളെ ഒക്കെ പ്രതിരോധിക്കാൻ വേണ്ടി ഉസ്താദുമാരും വ്യാഖ്യാതാക്കളുമൊക്കെ കാഴ്ചക്കാരന്റെ ഒരു അനുഭവമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവര് രംഗത്ത് വരിക. അതായത് വിഷ്വൽ ഫിനോമിനൻ ആണെന്ന് ഇവർ പറയുന്നത്. സാധാരണ എം അക്ബറിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ മുമ്പിൽ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൊടിപടലങ്ങളൊക്കെ നിരത്തി വിടാറാ കക്ഷി പതിവ്. ഖുർആൻ പറയുന്നത് ദുൽഖർനൈൻ അങ്ങനെ തോന്നി, അതല്ലെങ്കിൽ അങ്ങനെ ഒരു വചനം ഇറങ്ങട്ടെ. നമ്മൾ കടൽ തീരത്ത് നിൽക്കുന്ന സമയത്ത് സൂര്യൻ കടലിലേക്ക് താഴ്ന്നു പോകുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാറുണ്ട്. അസ്തമയം കാണാൻ വേണ്ടിയിട്ട് കന്യാകുമാരിയിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ദൃശ്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനെ സംബന്ധിച്ച്. പക്ഷേ ഇത് വല്ലാത്ത ഒരു കടന്ന രൂപത്തിലുള്ള ഒരു സയൻസ് ആയിപ്പോയി. അറബി ഭാഷയിൽ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം അഥവാ മഗ്രിബു ഷംസ്
സൂര്യൻ അസ്തമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. പടിഞ്ഞാറൻ ദിക്കിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് തന്നെ. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നു എന്ന് തന്നെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദുൽഖർനൈന് അയാളുടെ പടിഞ്ഞാറൻ യാത്രയുടെ അങ്ങേ അറ്റത്ത്, അതായത് കര അവസാനിക്കുന്ന ഒരു ചതുപ്പ് പ്രദേശത്തോ മറ്റോ കടൽ തീരത്തോ എങ്ങാനും സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞാല് ലോക അവസാനം വരെയുള്ള ജനതയ്ക്ക് മുന്നറിയിപ്പായിട്ട്, മാർഗദർശനമായിട്ടാണ് അള്ളാഹു ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു വ്യക്തിയുടെ തോന്നലല്ലല്ലോ ലോകാവസാനം വരെ നമ്മൾ പഠിക്കേണ്ടത്. എന്നിട്ട് ഖുർആൻ പറയുന്നത് എന്താണ്? ഈ ഗ്രന്ഥം, ഈ ഗ്രന്ഥം ഒരു സംശയവും വേണ്ട, ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ, ഇത് സന്മാർഗ ഗ്രന്ഥമാണ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ള വചനമാണ് എന്നാണ് പറയുന്നത്. ഇത് ശാസ്ത്രീയമായിട്ട് ഇത് തെറ്റാണ് എന്ന് കണ്ട് മനസ്സിലാക്കിയപ്പോൾ ജനങ്ങൾ അത് മനസ്സിലാക്കി തുടങ്ങുകയും ചോദ്യം ചെയ്തു തുടങ്ങുകയും ചെയ്തപ്പോൾ ഒരു സഞ്ചാരിയുടെ കാഴ്ചപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് ഇവരതിനെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. ഓക്കെ, നന്ദി.